ഈ പരദേവനവോ നമുക്ക് പരിത്രാണനത്തിനധികം. ഇവിടെ നമ്മൾ തൊട്ടടുത്താണ് നമ്മളുടെ ഇവിടുത്തെ ചർച്ച, നമ്മുടെ പള്ളി വളരെ ക്ലോസ് ആണ്, കാണുമ്പോഴത്തേക്കും അറിയാം. അവര് പറഞ്ഞു എന്ത് സൗകര്യം വേണം, വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഇവിടെ വേണമെന്ന് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർമണിയാണ്. നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലേ? ജക്കര് വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കോട്ടയത്തൊരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസ് അറിയാത്തവർ ഉണ്ടോ എന്നറിയില്ല. എന്തായാലും എനിക്ക് ഇവരുടെ സോങ്സുകളൊക്കെ ഇഷ്ടമാണ്. കാറിൽ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഇവരുടെ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ സോങ്സ് പ്ലേ ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു തലത്തിലേക്ക് നമ്മളെ മെമ്മറിയെ കൊണ്ടുപോകും. അത് അങ്ങനത്തെ ഒരു സോങ്സും കാര്യങ്ങളാണ്. അപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസ് കോട്ടയം ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചു. ആദ്യം വന്നത് ഒരു അഭിനന്ദന പ്രവാഹമാണ്. പക്ഷെ പിന്നീട് കഥ മാറി. പിന്നീട് ഒരുപാട് പേർ പ്രതികരിച്ചു തുടങ്ങി. വർഗീയത വിഷം തുപ്പുന്ന കുറേ ആൾക്കാർ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു സംഭവമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു വേരിലോട്ട് പോവാം. 2000 വേമ്പിൽ കുളങ്ങര ക്ഷേത്രത്തിൽ രൂപം കൊണ്ട ഒരു കർക്കിടക ഭജന സംഘമാണ് പിന്നീട് കേരളത്തിലുടനീളം ഈ ഇത്രയും ഫാൻസും ആരാധകരൊക്കെയുള്ള ഈ നന്ദഗോവിന്ദം ഭജൻസ്. കാഴ്ച നഷ്ടപ്പെട്ട മുതിർന്ന അംഗം ഇളങ്ങൂർ രാജേന്ദ്ര പണിക്കരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു സംഭവം ആദ്യം തുടങ്ങുന്നത്. ഈ സംഘത്തിൽ ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥരെ വേണ്ട, വിദേശ മലയാളികളെ വേണ്ട എന്നുൾപ്പെടെ കുറേ ആൾക്കാർ ഇതിനകത്തുണ്ട്. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ യേശുദാസ് ആലപിച്ച ഈ പരദേവനഹോ എന്ന് പറഞ്ഞ ഒരു സോങ്, അത് വീണ്ടും തരംഗമായി നിൽക്കുന്ന സമയത്താണ് ഈ ഭജന സംഘം അത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ വിദ്വേഷ പ്രചാരണങ്ങൾക്കിടയിലും ഈ ഭക്തിസാന്ദ്രമായ ഈ ആലാപനത്തിന് ദശലക്ഷക്കണക്കിന് കാഴ്ചക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ റീസെൻ്റ്ലി ഇവർ കോട്ടയത്തൊരു ക്ഷേത്രത്തിൽ ഗാനം ആലപിക്കാനെത്തി. അപ്പോൾ അവിടെ ഒരുപാട് സെലിബ്രിറ്റീസുകളും താരങ്ങളും കുറേ രാഷ്ട്രീയ പ്രമുഖന്മാരൊക്കെ ഉണ്ട്. ഗാനം ആലപിക്കുന്നതിന് മുൻപ് തന്നെ ആ പ്രദേശത്തെ ക്ഷേത്രവും പള്ളിയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്, അതായത് നമ്മളെ ഒരു മതേതര രാജ്യമാണ്. അപ്പോൾ ആ പ്രദേശത്തെ ക്ഷേത്രവും പള്ളിയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചിട്ട് ഈ നന്ദഗോവിന്ദം ഭജൻസ് സംഘം വിശദീകരിച്ചു. അതായത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ ദേശവിളക്ക് നടക്കാറുണ്ട്. അപ്പോൾ ഈ ദേശവിളക്ക് നടക്കുമ്പോൾ ഈ പള്ളിയിലും വിളക്കുകൾ കത്തിക്കാറുണ്ട്. അങ്ങനെ അപ്പോൾ ഈ പരിപാടിക്ക് എത്തിയവർക്ക് ഈ പാർക്കിങ്, അതായത് വാഹനത്തിൻ്റെ പാർക്കിങ് സൗകര്യം ഒരുക്കിയതൊക്കെ ഈ പള്ളിയോട് ചേർന്നാണ്. അപ്പോൾ ആ ഒരു വസ്തുതയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ നന്ദഗോവിന്ദം ഭജൻസ് ഒരു വിശദീകരണം നടത്തിയത്. എന്നിട്ട് ഈ സാഹോദര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഗാനം ആലപിച്ചത്. അപ്പോൾ ഈ സംഘത്തിനെ പിന്തുണയ്ക്കുന്നവരൊക്കെ ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യം അതൊന്ന് കാണാം, അത് കണ്ടിട്ട് വരാം. നമ്മൾ തൊട്ടടുത്താണ് നമ്മളുടെ ഇവിടുത്തെ ചർച്ച, നമ്മുടെ പള്ളി വളരെ ക്ലോസ് ആണ്, കാണുമ്പോഴത്തേക്കും അറിയാം. അവര് പറഞ്ഞു എന്ത് സൗകര്യം വേണം, വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഇവിടെ വേണമെന്ന് ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർമണിയാണ്. LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസമുണ്ട് നമ്മുടെ ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്കിനാണ് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും, ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലേ? അപ്പോൾ ഇതാണ് അവൻ, ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം. അവൻ കറക്റ്റായിട്ട് ആ പശ്ചാത്തലമൊക്കെ ഒന്ന് വിവരിച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തതിന് ശേഷം
ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനം ഒന്ന് അവിടെ ആലപിക്കുകയാണ്. പക്ഷെ അതൊരു ക്രിസ്ത്യൻ ഭക്തിഗാനമാണെന്ന് അവൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്കത് മനസ്സിലായത്. അല്ലെങ്കിൽ നമുക്കൊരു കാരണവശാൽ ആ ഒരു സംഭവം മനസ്സിലാവില്ല. അപ്പോൾ എനിക്കങ്ങനെയാണ് മനസ്സിലായത്. എനിക്ക് ഇവൻ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം അതൊരു ക്രിസ്ത്യൻ സോങ് ആയിരുന്നല്ലേ എന്ന് മനസ്സിലായത്. ഞാൻ എത്ര ചെവി കൂർപ്പിച്ച് വെച്ചിട്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇതൊരു ക്രിസ്തീയ ഭക്തിഗാനമാണെന്ന്. ഒരു ഹിന്ദു ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ആ സോങ് പാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാരണവശാലും മനസ്സിലാവില്ല. അപ്പം നമുക്ക് ആ സോങ് ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞപ്പോഴുള്ള ഒരു കയ്യടിയും പിന്നെ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുമ്പോഴുള്ള ആൾക്കാരുടെ ഒരു മുഖഭാവങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പിനെസ്സാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര അപ്രിസിയേഷനാണ് ഇവർക്ക് ലഭിച്ചത്. ഇതിന് ശേഷം മനോരമക്കാർ ഇവനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. മനോരമക്കാരിട്ടിട്ടുണ്ടായിരുന്ന ഈ പോസ്റ്റ് നല്ല രീതിയിൽ എന്നിട്ട് പറയുക പ്രശംസ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്കിവിടെ കാണാം. ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് ചില മതവർഗീയവാദികൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, അപ്പോൾ അവർ പങ്കുവച്ചിട്ടുള്ള ഏതാനും പോസ്റ്റുകളും കാര്യങ്ങളുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ അവരിട്ടിട്ടുള്ള പോസ്റ്റ് ഇങ്ങനെയാണ്: അഭിനന്ദന പ്രവാഹമെല്ലാം മതേതര ഹിന്ദു പൊട്ടന്മാരുടേതായിരിക്കും. ഒരിക്കലും നേരം വെളുക്കാത്ത വർഗങ്ങൾ ഏതെങ്കിലും ക്രിസ്തീയ ആരാധനാലയത്തിലോ മുസ്ലിം പള്ളികളിലോ ഹൈന്ദവ ഭക്തിഗാനങ്ങൾ പാടുന്നത് കേട്ടിട്ടുണ്ടോ? അവർക്കാർക്കും വേണ്ടാത്തതും ഹിന്ദുവിന് വേണ്ടുന്നതുമായ ഒരു സാധനമാണ് ഈ മതേതരത്വം. ഹൈന്ദവ ക്ഷേത്രത്തിൽ ഭക്തിഗാനം പാടാൻ വിളിച്ചാൽ അത് പാടിയിട്ട് പോകണം, അല്ലാതെ മതേതരം ഉണ്ടാക്കാൻ നടക്കരുത്. അമ്പലപ്പറമ്പുകളിൽ കാശ് കൊടുത്ത് ഇവരെ വിളിക്കുന്നത് ഹൈന്ദവ ഭക്തിഗാനങ്ങൾ പാടാനാണ്, അല്ലാതെ മറ്റു മതസ്ഥരെ സുഖിപ്പിക്കാനല്ല. മതേതരം പറഞ്ഞ് ഹിന്ദുവിൻ്റെ അടിവേര് ഇളകി കഴിഞ്ഞു. എന്നിട്ടും അതിനൊരു കുറവുമില്ല. മാളിക മുകളിലേറിയ ഭജൻസിനെ മാറാപ്പ് കയറ്റി തിരിച്ചയക്കുന്നതും ഹിന്ദുവിനറിയാം, അതും മറക്കരുത്. എന്താണ് ആ തീവ്രത? വിഷം തുപ്പാണ്. ഇവൻ്റെ ഈ ചാനലുണ്ടല്ലോ, എന്നിട്ട് ഫോക്കസ് മലയാളം, ഇത് ശരിക്കും ഈ NDAക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലാണ്. സോ അതുകൊണ്ടായിരിക്കണം ഈ മതം തുപ്പുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇത് ശശികല ടീച്ചർ ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേറൊരാളുടെ ഒരു പോസ്റ്റ് ഉണ്ട്, നമുക്ക് അതുകൊണ്ട് ഒന്ന് കാണാം. ശരിക്കും നന്ദഗോവിന്ദം ഭജൻ ഗ്രൂപ്പ് ഒരു വിശദീകരണം നൽകേണ്ടതാണ്. എന്തുകൊണ്ട് ഹിന്ദു ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഗാനം ആലപിച്ചു? ഈ ഗ്രൂപ്പിന് പള്ളിയിലോ ക്ഷേത്രത്തിലോ എവിടെ വേണമെങ്കിലും പാടാം, അതിനാരും ചോദ്യം ചെയ്യില്ല. പക്ഷേ ഔചിത്യബോധം വേണം. ഹോട്ടലായാലും മരുന്നുകടയായാലും കാണാനുള്ള സാമാന്യ ബോധം വേണം. വാരിക്കുന്നൻ രായപ്പൻ്റെ അവസ്ഥയാവും ദഫ്മുട്ട് ഭജൻസാവും. വൈകാതെ ഒഴിവാക്കുക കപടത ഭജനക്കാരെ, മണ്ടൻ മതേതര ജന്തുക്കളെ. എന്നാൽ പള്ളിയിൽ ക്ഷണഗീതം പാടണം. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഹിന്ദുക്കൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇവരിനി പള്ളി ഭജനയായി അവിടെ അച്ഛന്മാരുടെ അമേരിക്കൻ ഫണ്ട് വാങ്ങി പാടിക്കോ, അമ്പലത്തിലേത് വേണ്ട. ഏതാണ് ഇവനൊക്കെ? ഇനി മറ്റൊരു മഹാനുണ്ട്, വിദ്യാസാഗർ ഗുരുമൂർത്തി. ആള് ഇവരെ വിശേഷിപ്പിച്ച ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്നുള്ളത് നന്ദകുന്തിരികമാക്കി മാറ്റി കൊടുത്തിട്ടുണ്ട് ഇയാൾ. അപ്പോൾ അയാളുടെ ഒരു പോസ്റ്റും കൂടി നമുക്കൊന്ന് കാണാം. ഇതാണ് ആള്, ഈ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്ന് പറയുന്ന ആള്. ഇയാൾ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റ്
ക്ഷേത്രവേദികൾ ക്രിസ്തീയ ഗാനങ്ങൾ പാടാൻ ഉപയോഗിക്കരുത്. ഹിന്ദുക്കളുടെ ചെലവിൽ പ്രശസ്തി നേടിയ ശേഷം ഹല്ലേലൂയ പാടുന്നത് വലിയ തെറ്റാണ്. നന്ദ കുന്തിരിക്കം ഭജൻസ്, ഇയാളാണ് ആ പേര് മാറ്റിക്കൊടുത്തത് അവർക്ക്. ഇതിന് അടിയിൽ വന്നിട്ടുള്ള കമൻസുകൾ ഭജൻസ് ഗ്രൂപ്പിന് എതിരാണ്. അതായത് ഓവറേറ്റഡ് ഉഡായിപ്പ് ഭജൻ ചെക്കന്മാർ കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന വെറും തറകളാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഭജൻ ഗ്രൂപ്പിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ അടിയിൽ 16 ഷെയറുകളോളം പോയിട്ടുമുണ്ട് ഈ സംഭവം. പണ്ട് വയലാർ ഒരു സോങ് എഴുതിയിട്ടുണ്ടായിരുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, ദൈവവും മതങ്ങളും മനുഷ്യനും കൂടി ഭൂമി പങ്കുവച്ചു. അങ്ങനെയാണ് വയലാറിൻ്റെ ഒരു രചനയിൽ വിടർന്നിട്ടുള്ള വരികളാണിത്. അപ്പോൾ നമ്മളെ കേരളത്തിനെ കീറി മുറിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇപ്പോൾ BJP അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലേക്ക് കയറി വരാൻ നിൽക്കുന്ന ഈ സമയത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ഊതി പെരുപ്പിക്കാനും നോക്കും. എല്ലാത്തിലും പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ മനുഷ്യന്മാർ, നമ്മൾ സാധാരണക്കാർ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് അനുമോളും ഷിയാസും തമ്മിലുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അനുമോളുടെ അടുത്ത് ഷിയാസ് ബീഫ് കഴിക്കാൻ ആവശ്യപ്പെടുകയും അപ്പോൾ അവളത് വേണ്ടാന്ന് പറയുകയും, എന്നാൽ ബീഫ് കഴിക്കാത്തൊരു അനുമോളല്ല, എന്തുകൊണ്ടാണ് ബീഫ് കഴിക്കാത്തതെന്ന് ഉള്ള കാര്യം വ്യക്തമായിട്ട് അറിയാതെ ഷിയാസ് ചോദിച്ചു, നീ എന്താ ഡയറ്റാണോ അതോ BJPയിൽ ചേരാൻ പോവുകയാണോ? അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇവിടെ വർഗീയത നല്ല രീതിയിൽ അടിച്ചു കയറും. അപ്പോൾ നമ്മളെ കേരളത്തെ രക്ഷിക്കേണ്ടത് നമ്മൾ സാധാരണക്കാരാണ്. എൻ്റെ ചെറുപ്പത്തിൽ പള്ളിയിൽ, ഇപ്പോൾ ഒരു പള്ളിയിൽ ഗാനമേളയ്ക്ക് പോയാലും അവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സോങ്ങിലാണ് അവർ ഗാനമേള ആരംഭിക്കാറ്. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഗാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആസ്വദിക്കാനുള്ളതാണ്. അതിനകത്ത് ദൈവങ്ങളെ കുത്തി നിറച്ചിട്ട് വേർതിരിച്ച് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ്. സംഗീതം എന്ന് പറയുന്നത് ഒരു നമുക്കൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. അതായത് സംഗീതം ആസ്വദിക്കാനുള്ളതാണ്, അത് നമ്മൾ വേണ്ടുവോളം ആസ്വദിക്കണം. അല്ലാതെ അതിനകത്ത് എന്താ പറയുക, വർഗീയത പറഞ്ഞിട്ട് കയറി മുറിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഈ ശശികലനെ അറിയാലോ, ശശികല ഈ ഒരു സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇത് NDAയുടെ കയ്യിലേക്ക് ഈ സാധനം അങ്ങോട്ട് തിരികെ കയറ്റാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഷിയാസിൻ്റെയും അനുമോളുടെയും കാര്യം, അത് വലിയ രീതിയിൽ വൈറലാക്കി ഹിന്ദു ലേഡീനെ ഒരു മുസ്ലിം യുവാവ് നിർബന്ധിച്ച്, മുസ്ലിം യുവാവായിട്ടുള്ള ഷിയാസ് ഹിന്ദു ലേഡീന്നാക്കി അനുമോളുടെ പേരെടുത്ത് കളഞ്ഞു. ഹിന്ദു ലേഡീനെ മുസ്ലിം യുവാവായിട്ടുള്ള ഷിയാസ് നിർബന്ധിച്ച് ബീഫ് തീറ്റിക്കുന്നു. അവൾ ബീഫ് തിന്നാൻ കൂട്ടാക്കാണ്ടായപ്പോൾ ചോദിക്കുകയാണ്, അഗ്രസീവായിട്ട് ചോദിക്കുകയാണ്, നീ BJP ആണോടിയെന്ന്. അപ്പോൾ അങ്ങനെ മാറ്റിമറിക്കാൻ കഴിവുള്ള PR വർക്കേഴ്സ് ഉള്ളപ്പോൾ നമ്മൾ സാധാരണക്കാരെ ഇതിന് നിന്നു കൊടുക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.